നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് പദ്ധതികളിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ റെഗുലർ പ്ലാനുകളിൽ പോകുന്നതാണോ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും രണ്ടവസ്ഥ ഉണ്ടാകും. ഗുണകരമായ ഒരവസ്ഥ ഉണ്ടാകും, മോശമായ ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് പ്ലാനിൻ്റെ ഗുണം എന്ന് നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് പ്ലാനിൻ്റെ ഗുണങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള കിട്ടിയേക്കുന്ന ഒരു അഡ്വൈസാണ്. അപ്പോൾ ഡയറക്റ്റ് പ്ലാനിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇടനിലക്കാരൊന്നുമില്ല, ഫണ്ട് ഹൗസും ഇൻവെസ്റ്ററും മാത്രമേ ഉള്ളൂ. അഡ്വൈസറെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ്, അഡ്വൈസർക്ക് കൊടുക്കുന്ന കമ്മീഷൻ അവിടെ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അതാണ് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് പോകുന്നത് കൊണ്ടിട്ടുള്ളൊരു ഗുണം. അപ്പോൾ അതൊരു ഗുണമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഗുണമാണ്. ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ 1-2% ചേഞ്ച് നിങ്ങളുടെ ആക്ച്വൽ റിട്ടേൺസിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അത് ചെറിയൊരു പീരീഡിലേക്കല്ല, ഒരു 10 വർഷമോ അതിന് മുകളിലുള്ള കാലയളവിൽ പലപ്പോഴും കാണിച്ചേക്കുന്നത് 1-2% ചേഞ്ചാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് പ്ലാനിൽ പോയാൽ കിട്ടാവുന്ന ബെനിഫിറ്റ്. അവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ബെനിഫിറ്റും അതിനെപ്പറ്റി പറയാൻ എനിക്ക് എടുത്തു പറയാൻ വേറെ ഒന്നും തന്നെ കാണുന്നില്ല. ഒരേ ഒരു ബെനിഫിറ്റേ നമ്മൾ കാണുന്നുള്ളൂ, അത് ഈ എക്സ്പെൻസ് റേഷ്യോയിലുള്ള കുറവാണ്. എന്നാൽ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ദോഷങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കാൻ പറ്റുന്നുണ്ടാകും സ്ക്രീനിൽ. അത് നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. ഒപ്പം തന്നെ ആസ് എ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഞാനിപ്പോൾ ഒരു 20 വർഷത്തോളമായി മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. 2013 വരെ ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ 2013 തൊട്ടാണ് കസ്റ്റമർക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡയറക്റ്റ് ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. ഇനി അത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിലില്ലേ പെട്ടെന്ന് ഉത്തരം പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. അതായത് അവരൊരു ബിസിനസ് നടത്തുന്നുണ്ടാകും, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പഠനം നടത്താനായിട്ട് സ്റ്റാഫൊക്കെ ഉള്ള ആളാണ്, ഓൾറെഡി സ്റ്റാഫൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാഫിനെ കൊണ്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന ബെറ്റർ ഫണ്ടിൽ ചൂസ് ചെയ്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ എക്സ്ട്രാ പൈസ വെളിയിൽ കൊടുക്കേണ്ടി വരുന്നില്ല. ഓൾറെഡി അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി അവർ സ്റ്റാഫിന് വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ ഈ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് നടത്താൻ പറ്റുന്ന ആൾക്കാർക്കും ഒപ്പം തന്നെ ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും ഡയറക്റ്റ് പ്ലാൻ വളരെ നല്ലതാണ്. അതേസമയം റീറ്റെയിൽ ക്ലയൻസ്, ചെറിയ ക്ലയൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ അതിനകത്ത് പോകുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഡയറക്റ്റ് പ്ലാന് ശരിക്കും നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ഇഷ്ടംപോലെ ആപ്പുകൾ കിട്ടും. ആ ആപ്പിൽ ഏതിലെങ്കിലും കയറിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ആപ്പ് ത്രൂ നമ്മൾ കയറുമ്പോൾ നമ്മൾ ആരെയും കാണുന്നില്ല, സംസാരിക്കുന്നില്ല, നമുക്ക് സപ്പോർട്ട് കാര്യങ്ങൾ ഫ്യൂച്ചർ കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഒപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഈ ആപ്പ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ പലപ്പോഴും നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് വഴിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് വഴി ഇപ്പോൾ ഒരാൾ സംശയമായിട്ട് കമൻറ്റിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ നോമിനി വെച്ചില്ല, ഇനി എങ്ങനെ നോമിനി വെക്കാൻ പറ്റും? ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം നോമിനി വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ആ ശ്രമം ഫലം കണ്ടില്ല. അതുകൊണ്ടിട്ടാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. അതായത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പിന്നീട് വരുന്ന ഫർദർ ചേഞ്ചസ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. ഈ പറയുന്ന കമ്പനിയുടെ ആരെയും നമുക്ക് വിളിച്ച് സംസാരിക്കാനൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ പോലും IVRS റെസ്പോൺസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ ഞെക്കൂ, ഈ ബട്ടൺ ഞെക്കൂ, ഇതെല്ലാം നമ്മൾ ഞെക്കും. അവസാനം ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതർവൈസ് സംസാരിക്കാൻ ഒരാൾ വരുവാണെങ്കിൽ തന്നെ അത് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്ന ആളാവത്തില്ല. പ്രത്യേകിച്ച് നമ്മളിവിടെ മലയാളമാണ്, നോർത്ത് ഇന്ത്യൻ ഭാഷ ലാംഗ്വേജൊക്കെ അറിയാവുന്നവർക്കായിരിക്കും പറ്റുക. ഇനി സംസാരിക്കാൻ കിട്ടിയാൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എത്ര പേർക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഡൗട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ തന്നെ ഞാൻ ഡയറക്റ്റ് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ട്രേഡ് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഈ ട്രേഡിങ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ ത്രൂ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ റെഗുലറായിട്ട് എല്ലാ മാസവും ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സ്വന്തം കോഡിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കോഡുണ്ട്. ആ കോഡിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ
ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ത്രൂ ഡിമാറ്റ് അക്കൗണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വൈഫിന് അറിയണമല്ലോ. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ വൈഫിന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട്, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് വഴിയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഓരോ മാസം അടച്ചതിൻ്റെ കണക്കുകൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ അതേപോലെ കറണ്ട് വാല്യൂ ഇതൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണക്കൂട്ടി എടുക്കാൻ മാർഗ്ഗമൊന്നുമില്ല. 1. 2, ആപ്പിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആപ്പിനകത്ത് ഇതെല്ലാം കാണിക്കും, പക്ഷേ പേപ്പറിൽ പ്രിൻറ്റഡ് ഫോമാറ്റിൽ നമുക്കത് കിട്ടാനായിട്ട് യാതൊരുവിധ നിർവാഹമില്ല. അങ്ങനെ വന്നപ്പോൾ ഇനി ആപ്പ് ത്രൂ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടായിരിക്കും. എന്നാൽ പിന്നെ പർട്ടിക്കുലർ കമ്പനിയിൽ, അതായത് AMCയിൽ വിളിച്ചിട്ട് അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചു. ഞാൻ എൻ്റെ പാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കിയിട്ട് അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു, ഇതിലുണ്ടോ ശരിക്കും, അങ്ങനെ നിങ്ങൾ ശ്രമിച്ചതാണോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ ചെയ്ത. അപ്പോൾ പിന്നെ കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് അവർ ചോദിച്ചത്, നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണോ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ആണ് ചെയ്തത്, ഇന്ന ആപ്പ് വഴിയാണ് ചെയ്തത്. അതുകൊണ്ടിട്ടാണ് സാറേ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ, അതായത് AMC പോലും അവിടുന്ന് സാധാരണ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡിമാറ്റ് വഴി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിന് അവർ പറയുന്നത് എന്തോ ഒരു പേര് പറഞ്ഞു, അക്കൗണ്ട് എന്തോ ഒരു പേര്, ഞാനത് മറന്നുപോയി. എനിവേ എല്ലാ മാസവും ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പോയേക്കുന്ന എമൗണ്ടുകൾ മാത്രമേ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്, കൺസോളിഡേറ്റഡ് ആയിട്ടൊരു ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതെല്ലാം കൂടെ എടുത്ത് ഇതേപടി പ്രിൻറ്റ് ചെയ്ത് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ ആൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുക എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നി. കാരണം എനിക്കേ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ വൈഫിൻ്റെ കാര്യം പറയണ്ടല്ലോ. സോ ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് റെഡീം ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ മാർഗ്ഗം, അതായത് ഏത് AMC ആണോ ആ AMCയിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ആ AMCയിൽ പോയിട്ട് അവിടെ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതിനകത്ത് നമുക്ക് എഴുതി കൊടുക്കേണ്ട ഭാഗങ്ങളെല്ലാം എഴുതി കൊടുക്കാം. റെഗുലർ വേണോ അതേപോലെ ഡയറക്റ്റ് ആണോ എന്നുള്ള ഭാഗം ടിക്ക് ചെയ്യുന്ന ഒരു പണി മാത്രമേ അവിടെ ഉള്ളൂ. എൻ്റെ നോമിനി കാര്യങ്ങളൊക്കെ എനിക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി ചെയ്യാതിരിക്കുന്നതാണ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള മാർഗ്ഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതല്ലെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് എൻ്റെ അറിവ്. എല്ലാവർക്കും അങ്ങനെയാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നേരിട്ടൊരു AMCയെ ബന്ധപ്പെടുക. അവരിൽ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് നല്ല പക്ക പ്രിൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഒപ്പം തന്നെ ഞാൻ ഓരോ തവണ അടച്ചത്, അതിനുശേഷം എത്ര ഞാൻ മൊത്തം അടച്ചു, എത്ര എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഉണ്ട്, ഇമാതിരി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരാൾക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് കിട്ടും. അതല്ലെങ്കിൽ തന്നെ AMCയിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തരും. അതായത് നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഡയറക്റ്റ് AMC ത്രൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടും. ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ അറിയാവുന്ന ഒരാളാണ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 20 വർഷത്തോളം ആകുന്നു, ഞാൻ 20 വർഷം കഴിഞ്ഞു ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു 4-ലധികം ബാങ്ക് മാനേജേഴ്സ് എൻ്റെ കൂടെ അവരുടെ ഫണ്ട് മുഴുവനും ഫണ്ട് വന്നാൽ അവരെന്നെ വിളിക്കും, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളാണ് അവരുടെ ഫണ്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ ബാങ്കിങ് മേഖലയിലുള്ളതാണ്, ബാങ്കിങ്ങിൽ അവർ എക്സ്പെർട്ടാണ്. പക്ഷേ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അവർ അത്ര എക്സ്പെർട്ട് അല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മുടെ സപ്പോർട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളിൽ ത്രൂ നിങ്ങൾ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന പല പല ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്താലാണ് നമുക്കത് എല്ലാ രീതിയിലും ഗുണകരമായി നമുക്കൊരു ക്ലൈമാക്സ് കിട്ടുന്നത് കേട്ടോ. അതല്ല നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത്ര അറിയാവുന്ന ആളാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. അതല്ല നമുക്ക് അറിയാൻ മേലാത്ത ആളാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഫണ്ടിൽ നമ്മൾ ഇട്ട് പോകും. ഒപ്പം തന്നെ ഒരു കാര്യമുള്ളത്, എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെയും കൂട്ടത്തിൽ എഴുതി വെക്കാറുണ്ട്
പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഫോർ ഫ്യൂച്ചർ പെർഫോമൻസ്. അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ പറ്റും. അത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ നെറ്റിൽ കിട്ടും. പക്ഷേ അടുത്ത വർഷം ഏത് ഫണ്ട് പെർഫോം ചെയ്യുമെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? ഒരു മാർഗ്ഗവും. അപ്പോൾ ആൾക്കാർ പൊതുവെ ഡയറക്റ്റ് പോകുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ ഫണ്ടുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞ രീതിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരിക്കലും ആ ഫണ്ടുകളിലായിരിക്കില്ല ചൂസ് ചെയ്യുന്നത്. മറിച്ച് നമുക്ക് ഫണ്ട് അറിയാമല്ലോ, ഒരു പർട്ടിക്കുലർ ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടിനൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പല കമ്പനികളുടെ ഫണ്ട് മാനേജർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറയുന്ന, ഇല്ലെങ്കിൽ അവർ ഏത് ഫണ്ടാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് അറിയണം. ആ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ഫണ്ട് ഈ വർഷം ഇല്ലെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്ക് ഈ ഫണ്ട് മാനേജർ ഫോക്കസ് ചെയ്യുന്നില്ല. മറിച്ച് വേറെ ഏതൊക്കെയോ 1-2 ഫണ്ടുകളാണ് ഈ ഫണ്ട് മാനേജർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫണ്ടേ പെർഫോം ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ വർഷം പെർഫോം ചെയ്ത ഫണ്ട് ഈ വർഷം പെർഫോം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഫണ്ട് മാനേജർ ഫോക്കസ് ചെയ്യുന്ന ഫണ്ട് ഏതാണോ അത് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഫണ്ട് മാനേജർ ഫോക്കസ് ചെയ്യുന്ന ഫണ്ട് ഏതാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? അത് ഫണ്ട് മാനേജറോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോലും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലെ എൻ്റെ ക്ലയൻസിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് ഫണ്ടിൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫണ്ട് മാനേജർ പറയുന്നതിൽ നമുക്ക് പോകാം, കാരണം അതിൽ അയാളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് ഒരിടത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു വ്യക്തി മാത്രമാണ്. അപ്പോൾ ഞാൻ ആ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് മികച്ചതാവാം, അല്ലാതിരിക്കാം. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനൊരു പേഴ്സൺ മാത്രമാണ്. ഇപ്പോൾ എൻ്റെ മാക്സിമം പോയാൽ എത്ര, ഒരു 50 ലക്ഷമോ 1 കോടിയോ എത്രയാണെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും മാക്സിമം പോയാൽ എന്നെ ഒരാളിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ. നേരെ മറിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ നമ്മൾ പോകുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു AMCയിൽ നിന്ന് കിട്ടുന്ന വാല്യൂ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ആ AMC കാണുന്നത് ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ ത്രൂ ഓൾറെഡി കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചധികം ഇൻവെസ്റ്റേഴ്സിൻ്റെതായിട്ട് ആ AMCക്ക് കിട്ടിയിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഇനി ഒരു 10 കൊല്ലക്കാലം ഇദ്ദേഹം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഇനിയും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് അവർ കൊടുക്കുന്നൊരു വില തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന വിലയേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് ഏതൊരു AMCയിൽ നിന്നും കിട്ടുന്നുണ്ടാകും ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്ററെ അപേക്ഷിച്ച്. ഓക്കെ, ഇനി ഇങ്ങനൊരു സഹായിക്കാൻ ഒരാൾ നമുക്ക് ഉണ്ടെങ്കിൽ, ഒന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അദ്ദേഹം നമ്മളെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ ഏത് സമയത്തും ഇദ്ദേഹത്തിന് ഒരാളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിലും പല AMCകളിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ നോമിനി ചേഞ്ച് വേണം, നമ്മളാണ് കുറച്ചധികം അതിന് വേണ്ടി മെനക്കെട്ട് ബുദ്ധിമുട്ടി 2-3 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ സമയം ചിലപ്പോൾ മെനക്കെടേണ്ടി വരും. നേരെ മറിച്ച് അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലിങ്ക് അദ്ദേഹം അയച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം അയച്ചു തരുമോ, അതിൽ നമ്മൾ ഒന്ന് സൈൻ ചെയ്യേണ്ട പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി തലവേദനകളൊന്നും നമ്മൾ എടുക്കേണ്ടി വരില്ല. അതായത് 1%ഓ 2%ഓ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന മെനക്കേടുകൾ ആക്ച്വലി ഒരു ചെറിയ ഇൻവെസ്റ്ററെ, അതായത് 1 കോടിയിൽ താഴേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എന്ത് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, എന്ത് ക്യാഷ് ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതിനേക്കാൾ കൂടുതൽ മെനക്കേട് വരാനുള്ള സാധ്യതയാണ്. കാരണം ചെറിയൊരു ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ 1% 2% എന്ന് പറഞ്ഞാൽ ക്യാഷിൽ നമ്മൾ കണക്കൂട്ടിയ ചെറിയൊരു എമൗണ്ടേ വരത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന മെനക്കേട്, അതിന് വേണ്ടി നിങ്ങൾ മുടക്കേണ്ടി വരുന്ന തുക ഒരു പക്ഷേ അതിൽ കൂടുതൽ വന്നേക്കാം. അതാണ് അതിനകത്തൊരു വ്യത്യാസം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്കയിൽ നടത്തിയൊരു സ്റ്റഡി റിപ്പോർട്ടുണ്ട്. അത് കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ AI ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുത്തത്. പക്ഷേ ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. പണ്ട് ഞാനത് വായിച്ചിരുന്നതാണ്, ഒരു കൂട്ടുകാരൻ അയച്ചു തന്നിട്ട് ഞാൻ കണ്ടിരുന്നതാണ്. അതായത് അമേരിക്കയിൽ ഒരു 100 വർഷക്കാലത്തെ പഠനം നടത്തിയപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും അതേപോലെ ത്രൂ ഒരു അഡ്വൈസർ ത്രൂ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കും ഗോൾ അച്ചീവ്മെൻറ്റിലുണ്ടായിട്ടുള്ള വ്യത്യാസം. അതായത് 100 പേര് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ 100 പേര് അഡ്വൈസർ ത്രൂ ഇൻവെസ്റ്റ് ചെയ്തു. ഈ അഡ്വൈസർ ത്രൂ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരിൽ 75% അതിലധികമോ ആൾക്കാർ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് എത്തി. ഉദാഹരണം, 100 പേര് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അഡ്വൈസർ ത്രൂ ചെയ്ത 75 പേരിലധികവും 60 വയസ്സായി പെൻഷൻ വാങ്ങിച്ചു. നേരെ മറിച്ച് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ 100 പേര് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ
10% താഴെ ആൾക്കാരാണ് പെൻഷൻ വാങ്ങിച്ചിട്ടുള്ളൂ. അതായത് ഇടയ്ക്ക് വെച്ച് പല ആവശ്യങ്ങളും മനുഷ്യരാണ്, നമുക്കൊക്കെ വരാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവരിതൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എടുത്തുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ ആരുമില്ല, നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ കൺട്രോളില്ല, ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നേരെ മറിച്ച് ഒരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തും. എന്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള ഈ ആവശ്യം മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഫണ്ട്, പെൻഷൻ ഫണ്ടിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവനും നമുക്ക് നല്ലൊരു പെൻഷൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വരുമാനമുണ്ട്, പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് വരുമാനമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ പെൻഷൻ ഫണ്ട് ഗുണപ്പെടാൻ പോകുന്നത്. നേരെ മറിച്ച് ഇപ്പം നമ്മളത് കംപ്ലീറ്റ്ലി എടുത്ത് യൂസ് ചെയ്താൽ ജോലി ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? 60 വയസ്സ് കഴിഞ്ഞ് ജീവിതം വളരെ ബുദ്ധിമുട്ടാകും. ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ ചിന്തിക്കാനേ പറ്റത്തില്ല. ആ ലെവലിൽ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വൈസർ ത്രൂ പോകുന്നതുകൊണ്ടുള്ള ഗുണം. അതുകൊണ്ട് തന്നെ ഗോൾ അച്ചീവ്മെൻറ്റ് പെർസെൻറ്റേജ് തീർച്ചയായിട്ടും അഡ്വൈസർ ത്രൂ പോകുന്നവർക്ക് ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 1% 2% ലാഭം വേണോ, നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തണം, ഏതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ ത്രൂ AMC മാത്രം പോവുക, ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ പോകുന്നത് ഒഴിവാക്കുക. അതല്ല എങ്കിൽ ഒരു അഡ്വൈസർ ത്രൂ പോവുക. അപ്പോൾ ഡയറക്റ്റ് പ്ലാൻ ആയിരിക്കില്ല, റെഗുലർ പ്ലാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരാളെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ജീവിതകാലം മുഴുവനും. ഇപ്പോൾ നമ്മുടെ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഫിനാൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ, അപ്പോൾ അയാളെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.